ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ലെമൺ കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ളൊരു കേക്കാണിത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. പിന്നെ ഇതിന് ഫ്രോസ്റ്റിങ്ങിനായിട്ട് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. അതിലേക്ക് അര കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 3 തവണ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 3 തവണ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമുക്കതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അര കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിസ്ക് വെച്ചിട്ടാണെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു വൈറ്റ് കളറാകുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഓയിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അങ്ങ് ബീറ്റ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിച്ചു വെച്ച മൈദപ്പൊടിയുടെ കൂട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒരുപാടിട്ട് കുത്തി ഇളക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് ലെമൺ കേക്ക് ആയതുകൊണ്ട് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് 2 ഡ്രോപ്പ് യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നിൽ ഓയിലൊക്കെ തടവി ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സ്ക്വയറിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏതാണുള്ളതെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തൊരു പാനിലേക്ക് ഇറക്കി വെച്ചിട്ട് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇത് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്ത് വെച്ചിട്ട് ചൂടാറാനായിട്ട് വെക്കാം. ഇനി നമ്മൾ ഈ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നത് കണ്ടൻസ് മിൽക്ക് വെച്ചിട്ടാണ്. കണ്ടൻസ് മിൽക്കും ലെമൺ ജ്യൂസും വെച്ചിട്ടുള്ള ഒരു പ്രത്യേക ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് അര കപ്പ് നല്ല തണുത്ത കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരും. ഇപ്പോൾ കണ്ടോ, കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ലൈം ജ്യൂസ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് തിക്കായിട്ട് വരും. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്കിത് അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാം. ഇനി നമ്മുടെ കേക്ക് നന്നായിട്ട് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വിടിയിച്ചതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റാം. ഇനി നമ്മൾ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്ത ക്രീം ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കാം. ഈ ഒരു ക്രീം ലെമൺ ജ്യൂസൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ചെറിയൊരു പുളിപ്പുണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാൻ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം 4 മണിക്കൂറായിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലെമൺ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.